സെയ്ഫ് അലി ഖാനെ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കാൻ മോഷ്ടാവ് ഉപയോഗിച്ച കത്തിയുടെ മൂന്നാം ഭാഗം കണ്ടെത്തി. ബാന്ദ്ര തടാകത്തിന് സമീപത്തു നിന്നാണ് കത്തിയുടെ ഭാഗം കണ്ടെത്തിയത്. ആക്രമണത്തിനു ശേഷം 2.5 ഇഞ്ച് നീളമുള്ള കത്തിയുടെ ആദ്യ ഭാഗം നടന്റെ ശരീരത്തിൽ നിന്ന് അടിയന്തര ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തിരുന്നു. കത്തിയുടെ മറ്റൊരു ഭാഗം ആക്രമണത്തിനു ശേഷം കണ്ടെത്തുകയായിരുന്നു. അതേസമയം ബാന്ദ്രയിലെ നടന്റെ 12 നിലകളുള്ള വസതിയിൽ നടന്ന കുറ്റകൃത്യം അന്വേഷണത്തിന്റെ ഭാഗമായി മുംബൈ പോലീസ് പുനരാവിഷ്കരിച്ചു. ജനുവരി 16-ന് 54-കാരനായ നടന്റെ വീട്ടിൽ മോഷണം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി പ്രവേശിച്ചത്. ഉള്ളിലെത്തിയതിന് പിന്നാലെ ഇയാളെ വീട്ടുജോലിക്കാർ കാണുകയും അവർ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. അവിടേക്കെത്തിയ സെയ്ഫ് അപകടം മനസ്സിലാക്കി പ്രതിയെ പിടിച്ചുവെക്കുകയായിരുന്നു. ഈ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി പ്രതി സെയ്ഫിന്റെ പുറത്ത് കത്തികൊണ്ട് ആവർത്തിച്ച് കുത്തുകയായിരുന്നു. ഇതോടെ സെയ്ഫ് പിടുത്തം വിടുകയും പ്രതി ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. തന്നെ മുറുകെ പിടിച്ചുവെച്ച സെയ്ഫിൽ നിന്ന് രക്ഷപ്പെടാനാണ് പലവട്ടം കുത്തിയതെന്ന് പ്രതി പറയുന്നു. ആശുപത്രിയിലായ സെയ്ഫ് അലി ഖാൻ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് എത്തിയത്. 6 ദിവസങ്ങൾക്ക് ശേഷമാണ് മുംബൈ ലീലാവതി ആശുപത്രിയിൽ നിന്ന് സെയ്ഫ് അലി ഖാനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. സെയ്ഫ് അലി ഖാന്റെ അമ്മയുടെ വീട്ടിലേക്കാണ് സെയ്ഫ് അലി ഖാൻ മടങ്ങിയത്. അണുബാധയേൽക്കാൻ സാധ്യതയുള്ളതിനാൽ സന്ദർശകരെ അനുവദിക്കരുതെന്ന് സെയ്ഫിന് നിർദ്ദേശമുണ്ട്. ഒരാഴ്ച പൂർണ്ണ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സെയ്ഫ് അലി ഖാന് വസതിയിൽ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.